ലിപ്കോ റൂഫിംഗ്സ് ഇഷൽ നൈറ്റ് സീസൺ 4-ന്റെ മറ്റൊരു കളർഫുള്ളായ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യമായി നമ്മുടെ ജഡ്ജസിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മുടെ സ്വന്തം ഓർക്കസ്ട്ര ടീം. ഇന്നത്തെ നമ്മുടെ കോമ്പറ്റീഷൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കിന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. എപ്പോഴും വയനാട് വിഷൻ പുതിയ കലാകാരന്മാരെ കണ്ടെത്തുക മാത്രമല്ല, പഴയ കലാകാരന്മാരെ ആദരിക്കുവാനും മറക്കാറില്ല. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലെ ഗസ്റ്റ് എന്ന് പറയുമ്പം വയനാട്ടിലെ വളരെ കാലം മുമ്പ് തൊട്ടുള്ളൊരു കലാകാരനാണ്. ഇദ്ദേഹം പല വേദികളിലും ഇപ്പോഴും പെർഫോം ചെയ്തു വരുന്നു. തെരഞ്ഞെടുപ്പ് കാലമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് ഭയങ്കര തിരക്കായിരിക്കും. കാരണം കേരളത്തിൽ പാടുന്ന ഒട്ടുമിക്ക പാരഡി ഗാനങ്ങളും രചിക്കുന്നത് ഇദ്ദേഹമാണ്. വളരെ സ്നേഹപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ PTM കുട്ടി മാഷ്. നമസ്കാരം മാഷ്. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് മാഷ് ഞങ്ങൾ ഈ വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ. താങ്ക് യു. ഇപ്പം തെരഞ്ഞെടുപ്പ് കാലമൊക്കെ കഴിഞ്ഞിരിക്കുകയാണല്ലോ. എന്തൊക്കെയായിരുന്നു ഇത്തവണ? എങ്ങനെ ഉണ്ടായിരുന്നു തിരക്കും ഗാനങ്ങളെ കുറിച്ചൊക്കെ? അധികവും ഞാൻ മലപ്പുറം ഡിസ്ട്രിക്റ്റിലായിരുന്നു. പിന്നെ കൂടുതൽ രചന എന്ന് പറഞ്ഞാൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാം ഓഡിയൻസിൻ്റെയും കേൾവിക്കാരുടെയും എല്ലാം അഭിപ്രായത്തെ മാനിച്ചാണല്ലോ. പിന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മുടെ കൂടെ എപ്പോഴും വേണം. അപ്പം മാഷോട് വന്ന് നിൽക്കുന്നത് തന്നെ ഞങ്ങളുടെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ ഈ വേദിയെ ധന്യമാക്കാൻ വേണ്ടി 2 വരി പാടിത്തരാമോ? തീർച്ചയായും. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. റസൂലിനെ പ്രണയിച്ചു പ്രണയിച്ചു ഓരോ ചെല്ല കിളി വിങ്ങി വിതുമ്പി പാടി പ്രേമ പിരീശത്താൽ മനം നൊന്ന് കരഞ്ഞു പാടി. ഇശത്തിൻ്റെ ബഹറായ റസൂലുള്ള പിരിഞ്ഞേ പോയി വിഷാദത്തിൻ ഇശൽ മൂളി കരള് പൊട്ടി. എന്നെ വ്യഥ ചൊല്ലാൻ ഇനിയാരി ഉലകിൽ ബാക്കി. തിരുത്വാഹ റസൂലിനെ പ്രണയിച്ചു
സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പറയാൻ വാക്കുകളില്ല. കാരണം ഞങ്ങളെ വേറൊരു മൂഡിലേക്ക് തന്നെ കൊണ്ടുപോയി. വലിയൊരു കയ്യടി നമ്മൾ കൊടുക്കണം എന്തായാലും. എന്താ പറയുക, പറയാൻ നമുക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അത്രത്തോളം ഒരു ആ ഫീൽ അങ്ങനെ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ് ഈ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ. അപ്പം മാഷ് ഇവിടെ വന്നു എന്ന് പറയുന്നത് ഇവിടുത്തെ കണ്ടസ്റ്റൻസിൻ്റെ ഒരു ഭാഗ്യം മാത്രമല്ല, അവർക്കൊരു വലിയ ഇൻസ്പിറേഷൻ കൂടിയാണ്. അപ്പം എന്തായാലും മാഷിൻ്റെ ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം. ഇനിയും ഞങ്ങൾ ഈ സപ്പോർട്ടും അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ ഞങ്ങളുടെ കണ്ടസ്റ്റൻസിൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക് യു മാഷ്. താങ്ക്സ്. അപ്പോൾ എന്തായാലും നമുക്കിനി കോമ്പറ്റീഷൻസിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കുകയാണ്. ആദ്യത്തെ കണ്ടസ്റ്റന്റ് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, റിഷാന. റിഷാന കുട്ടി എന്തോ നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് കാണാൻ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഡ്രസ്സ് കാണാൻ. പാട്ടാ പാടാൻ പോണേ? ഞാൻ യക്കൂബ് നബിക്ക് നല്ല ഫേമസ് ആയ പാട്ടാണ് അല്ലേ? പ്രോഗ്രാം സ്കൂളിലൊക്കെ എല്ലാവരും കാണാറുണ്ടോ? എന്ത് പറഞ്ഞു ഫ്രണ്ട്സൊക്കെ കണ്ടിട്ട്? നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഇമ്പ്രൂവ് ചെയ്യാനൊന്നും പറഞ്ഞില്ല? പറഞ്ഞു. അപ്പൊ ഇനി ഈ പാട്ടിന് എല്ലാ ഇമ്പ്രൂവ്മെന്റ്സും നല്ല അടിപൊളി മാർക്ക് അവർക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ടോ? എന്തായാലും നന്നായി പാട്ട്. ഓൾ ദി ബെസ്റ്റ്.
റിഷാന എന്തോ പൊള്ളിച്ച് പാടി, അടിപൊളിയായിട്ട് പാടി, നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. എന്ത് തോന്നി പാടിക്കഴിഞ്ഞപ്പം? കുഴപ്പമില്ലാതെ പാടി തോന്നി. അപ്പോഴും അവിടെ ഉണ്ടല്ലോ എന്തോ ഒരു കുഴപ്പം. നമുക്ക് ജഡ്ജസിനോട് ചോദിച്ചേക്കാം. ബാപ്പുക്ക. റിഷാന, എന്തോ ഞാൻ ഇതൊന്നുകൂടെ വെക്കുക. താങ്ക് യു. സുന്ദരമായിട്ട് പാടി. താങ്ക് യു. കാരണം ആ പാട്ട് സൂപ്പറായിട്ട് പാടിയത്, ആ എനർജറ്റിക്, അതായത് തുടക്കം മുതലുള്ള ഊർജം ഇടയ്ക്കൊന്നും ചോർന്ന് പോവാതെ അവസാനിപ്പിച്ചു. അത് ഒരു പാട്ടിൻ്റെ ഏറ്റവും നല്ല മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ തന്നെ താളപ്രധാനമാണ്, വളരെ ചടുലമായ ശൈലിയാണ് അതിൻ്റെ ആലാപനത്തിന് വേണ്ടി. അത് 100% എന്ന് ഞാൻ പറയുന്നില്ല, അത്രയും നന്നായിട്ടത് പരമാവധി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പാടി. പിന്നെ എന്തോ ഉണ്ടോ എന്നുള്ളത് എനിക്ക് പറയാനൊന്നുമില്ല, ഇവിടെ എന്തോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ സൈഡ് പറയുകയാണെങ്കിൽ അത് വളരെ വളരെ നന്നായിട്ടുണ്ട്. ഇത് എവിടെയും നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുക, പോളിഷ് ചെയ്ത് നന്നാക്കി എടുക്കുക. നല്ല പാട്ടുകാരിയാണ് അവൾ കേട്ടോ. ഓക്കെ, ഞാൻ മാർക്ക് ഒരു 42.5. ഈ നമുക്ക് ഫുൾ സാറോട് ചോദിക്കാം. സാർ. റിഷാന, എന്തോ എന്താ ചെയ്ത്? ഇതിങ്ങനെ പാട്ട് പാടാറ്? ശ്രുതിയൊക്കെ ശരിയായിരുന്നോ? എന്താ ഡൗട്ട്? ഡൗട്ടൊന്നുമില്ലേ? എവിടെയും ശ്രുതി ഒന്നും പോയില്ല? ചെറുതായിട്ട് പോയോന്നറിയാം. ഞാൻ നന്നായിട്ട് പാടുന്ന വിചാരിച്ചത്. ആ കണക്കൂട്ടിലൊക്കെ തെറ്റിക്കാതെ നന്നായി പാടിയുണ്ട്. ഓക്കെ, നന്നായി പാടി കേട്ടോ. പക്ഷേ എങ്കിലും ഇവിടുന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കണം, മനസ്സിലായോ? ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ. ഓക്കെ, നമ്മൾ നന്നായിട്ട് പാടി കേട്ടോ, നല്ല പഞ്ചുണ്ടായിരുന്നു. അപ്പോൾ മാർക്ക് ഞാൻ മാർക്ക് വേണ്ടേ? 43. ഗ്രേറ്റ് സ്കോർ, നല്ല മാർക്കാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? പിന്നെ നമുക്ക് ഈ കോസ്റ്റ്യൂമിന് അപ്പിയറൻസിനെ കൂടി മാർക്ക് അറിഞ്ഞിട്ട് നമുക്കൊന്ന് സന്തോഷിക്കാം. ബാബുക്ക. 8 മാർക്ക്. ഓക്കെ, അപ്പോൾ എത്രയാണ് ടോട്ടൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ പറ്റുമോ? 23.5. 23ഓ? വെരി ഗുഡ്. 23.5 ആണ്. സോറി, കട്ടായല്ലേ? എല്ലാം നല്ല പാടി. അവിടെ 40, 50, 45 മാർക്ക് ഇട്ടിട്ട് പറയാണ് 23.5 എന്ന്. അപ്പം ഞാൻ കണക്ക് കൂട്ടിയപ്പം 93.5 മാർക്കാണ്. എന്തായാലും കൺഗ്രാജുലേഷൻസ്. അടുത്ത തവണ ഇപ്പം നല്ല മാർക്ക് കിട്ടിയില്ലേ, ഇനി എന്താ ശ്രദ്ധിക്കേണ്ടതെന്നറിയോ? ഇതേ പൊസിഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്തോണ്ട് പോകണം, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇനിയും കേൾക്കും ചീത്ത. അപ്പം അടുത്ത തവണ ഇതേപോലെ ഇനി ഇമ്പ്രൂവ് ചെയ്ത് വരില്ലേ? 100ൽ 100 വാങ്ങിക്കോ? വാങ്ങും? പ്രോമിസ്? പ്രോമിസ്. ഓക്കെ, അപ്പം എന്തായാലും ഓൾ ദി ബെസ്റ്റ്. വെട്ടിമുറിച്ച പണിത്തരമാവുടേക്കു പിലാവ് കണിക്കാനെ വേണ്ടും പടി പലകടി വട്ടും മാണ്ടും ജനമതി പറഞ്ഞിട്ടും
ജീവിതം ഒപ്പറ കുരുമുളകെല്ലവനെല്ലാം ഇപ്പറഞ്ഞൊരു വകയില്ലയുതെല്ലാം ഇമ്മിതിലേക്ക് വഴിക്കുതിലപ്പൂരോട് മുതൽ മറ്റും മുങ്ങിടെ മമ്പാടിയുടെ വണ്ണം ദേശമേ ഇങ്ങനെ കേക്ക് വഴിക്കുതിലമ്പൂരോട് മുതൽ മറ്റും മുങ്ങിടെ മമ്പാടിയുടെ വണ്ണം ദേശമേ ഇമ്മലയാളത്തിക്കുറി വന്നതുപോലെ തൊരുമല വെള്ളം നമ്മളെ മുമ്പ് കയറിയതാരും കണ്ടില്ല എത്ര മാടം പീടിക വീടും തോടും മലകുന്നും കുത്തിയിടിഞ്ഞു മൊലിച്ചതിനൊന്നും മാറ്റില്ല ഇമ്മലയാളത്തിക്കുറി വന്നതുപോലെ തൊരുമല വെള്ളം നമ്മളെ മുമ്പ് കയറിയതാരും കണ്ടില്ല എത്ര മാടം പീടിക വീടും തോടും മലകുന്നും കുത്തിയിടിഞ്ഞു മൊലിച്ചതിനൊന്നും മാറ്റില്ല. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ആതിര സൈനിങ് ഓഫ്. ബൈ ബൈ, ഗുഡ് നൈറ്റ് ആൻഡ് ടേക്ക് കെയർ. അറബ് നാട്ടിൽ ഇവിടെയുണ്ട് ഞാനുമെത്തിയും അലകടലിൽ കരയും നാടിനിക്കോരോർമ്മ ഏറ്റ ദുഃഖം കാട്ടിടാതെ ഓമനിച്ചണച്ച് ആമിനാബി പൂമകനെ ചുംബനമണച്ച് അത്തറിൽ തൻ മുത്തുമോനെ ആറ്റുനോറ്റ് പോറ്റി